ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടീയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലും പഞ്ചസാരയും ഇല്ലാണ്ട് ഒരു പാൽ ചായയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. അതിനാദ്യമായിട്ട് ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ കട്ടൻ ചായയാണ് ഇടുന്നത്. അപ്പം നമ്മൾ നോർമൽ ഇടുന്ന കട്ടൻ ചായയേക്കാൾ കുറച്ച് കടുപ്പം കൂടുതൽ വേണം കേട്ടോ ഈ ചായക്ക്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളക്കണ്ട. തിള വരുമ്പോൾ തന്നെ നമുക്ക് തേയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ തേയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ തേയിലയുടെ കടുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് അത് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഇതിൽ ഒരു ഗ്ലാസ് ചായയുടെ കണക്കാണ് പറയുന്നത് കേട്ടോ. 2-3 ഗ്ലാസ്സൊക്കെ ഇടുന്നവർക്ക് അതനുസരിച്ച് ഇതിൻ്റെ അളവും കൂട്ടാം കേട്ടോ. അപ്പോൾ തേയില ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് തിളക്കണം. കാരണം കടുപ്പം കുറച്ച് കൂടുതൽ വേണം. ഇതിൻ്റെ കട്ടൻ ചായക്ക് നന്നായിട്ട് കടുപ്പം വേണം. എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് പാൽ ചായയുടെ ആ ഒരു ഇതിൽ കിട്ടുള്ളൂ, ആ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് ഒരു 2 സെക്കൻഡ് വെക്കാം. അപ്പോഴേക്കും അതിൻ്റെ തേയിലയൊക്കെ താഴെ പോയി അടിയുമല്ലോ. അപ്പോൾ അതൊന്ന് ഒരു 2 സെക്കൻഡ് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിത് അരിച്ചൊഴിക്കാനുള്ള ഗ്ലാസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആ ചായ അരിച്ചൊഴിക്കാം. നമ്മുടെ കട്ടൻ ചായ അരിച്ചൊഴിക്കാം. ഇനിയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഈ ഇൻഗ്രീഡിയൻറ്റിൽ മധുരം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് മധുരം ചേർക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമുലിൻ്റെ മിഠായി മേറ്റാണ്. കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മിഠായി മേറ്റിന് പകരം മിൽക്ക് മെയ്ഡ് ആയാലും കുഴപ്പമില്ല. അത് നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ മിഠായി മേറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിതിലേക്ക് 1 സ്പൂൺ മിഠായി മേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു ലൈറ്റ് മധുരം ഉണ്ടാവും. ആ മധുരം പോരാത്തവർ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. അപ്പം നമ്മൾ 1 സ്പൂൺ മിഠായി മേറ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. അത് അലിഞ്ഞ് തീരുന്ന വരെ ഇളക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാൽ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലും പഞ്ചസാരയും ഇടാതെ നമ്മുടെ പാൽ ചായ. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെയ്ത് കൊടുക്കാമെന്ന് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചായയാണ് കേട്ടോ ഇത്. നമ്മൾ നോർമൽ ഇടുന്ന ചായയേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ചായക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരും. നമുക്ക് വീണ്ടും കാണാം. ബൈ.